3 വർഷം മുൻപ് ഗവിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഭൂലോകലക്ഷ്മി എന്ന തൊഴിലാളിയെ കണ്ടെത്താനുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഹസനമാകുന്നുവെന്ന് പരാതി. കേസിൽ ആരോപണ വിധേയനായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനായി ക്രൈംബ്രാഞ്ച് തന്നെ കേസ് അട്ടിമറിക്കുകയാണ് എന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭൂലോകലക്ഷ്മിയുടെ ഭർത്താവ് ദാനിയേൽ കുട്ടി. 2011 ഓഗസ്റ്റ് 13 ഗവിയിലെ കൊച്ചുപമ്പ ചെക്ക് പോസ്റ്റിന് സമീപം KFDCയുടെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഭൂലോകലക്ഷ്മിയെ കാണാതാവുന്നത്. ഭർത്താവ് ദാനിയേൽ കുട്ടി ഈ സമയത്ത് തിരുനെൽവേലിയിൽ പഠിക്കുന്ന മക്കളെ കാണാനായി പോയിരിക്കുകയായിരുന്നു. KFDCയുടെ ഏലം തോട്ടത്തിൽ ജീവനക്കാരിയായിരുന്നു ഭൂലോകലക്ഷ്മി. കാണാതായ ദിവസം രാവിലെയും ജോലിക്ക് പോയതിനും വൈകിട്ട് 6 മണിയോടെ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയതിനും തെളിവുകളുണ്ട്. ഇതിനു പുറമെ അന്ന് രാത്രി 8 മണിക്ക് ഇവർ ഭർത്താവിനെയും മക്കളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം തിരിച്ചെത്തിയ ഭർത്താവ് ക്വാർട്ടേഴ്സ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഭൂലോകലക്ഷ്മിയെ കാണാനില്ലെന്ന് മനസ്സിലായത്. തന്നോട് ശത്രുതയുള്ള 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് ദാനിയേൽ കുട്ടിയുടെ ആരോപണം. വനപാലകന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയ ഫോറസ്റ്റ് പോലീസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഒരു കാര്യവും അമ്മ ഒരു തീരുമാനം കിട്ടിയിട്ടില്ല. അവർ എന്തോ അപവാദപ്പെടുത്തിയെന്നൊരു ഡൗട്ട് എനിക്ക്. പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്നായിരുന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP കേസ് ഏറ്റെടുത്തത്. എന്നിട്ടും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിനെന്ന് പറഞ്ഞ ഗവിയിലെത്തുന്ന ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സൽക്കാരം സ്വീകരിച്ച് മടങ്ങുകയാണ്. തനിക്കും തൻ്റെ മക്കൾക്കും നീതി ലഭിക്കാനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ദാനിയേൽ കുട്ടി വ്യക്തമാക്കി. റിപ്പോർട്ടർ, പത്തനംതിട്ട.